കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമിട വരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കട്ടെ. 139 സങ്കീർത്തനം അതിൻ്റെ 24 വാക്യം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. 139 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ദാവീദാൽ രചിക്കപ്പെട്ടതാണ് ഈ സങ്കീർത്തനം. മാത്രമല്ല, എവിടെ പോയാലും എന്ത് ചെയ്താലും എവിടെ നിന്നാലും ഏത് സാഹചര്യത്തിൽ നിന്നും ആയിരുന്നാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ കണ്ണുണ്ട് എന്ന് പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. അതുമാത്രമല്ല, നമ്മുടെ സൃഷ്ടിയുടെ സ്തോത്രം അതിശയോക്തിയെക്കുറിച്ചും കൂടെ ഈ സങ്കീർത്തനത്തിനകത്ത് പ്രതിപാദിക്കപ്പെടുന്നു. അതിനകത്ത് അവസാനത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വ്യസനങ്ങൾ കടന്നു വരുന്നുണ്ട്, അല്ലേ? ദിവസം നമ്മൾ വായിക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വ്യസനത്തിൻ്റെ പുത്രനെ കുറിച്ച് പോലും നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യബ്ബേസ് എന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ വ്യസനത്തിൻ്റെ പുത്രനായി. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യസനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും കാണാം. എന്നാൽ ചില വ്യസനങ്ങൾക്ക് പിറകിൽ ചില കാരണങ്ങളുണ്ട്. സ്തോത്രം. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, യേശുവിൻ്റെ അടുക്കൽ വന്ന ചില രോഗികളോടുള്ള ബന്ധത്തിൽ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരും ഇല്ലെങ്കിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നറിയാമോ? ഇതിൻ്റെ കാരണം ഇവൻ്റെ അപ്പൻ ചെയ്ത തെറ്റാണ്, അല്ലെങ്കിൽ ഇവൻ്റെ മുൻതലമുറക്കാർ ചെയ്ത പാപമാണോ ഇതിന് കാരണമെന്ന് ചോദിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ യേശു തന്നെ പറഞ്ഞല്ല, ദൈവമഹത്വം അവന് വെളിപ്പെടേണ്ടതിന്. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു? നമുക്കറിയാം, പഴയ നിയമത്തിനകത്ത് ന്യായപ്രമാണം പഠിക്കുമ്പോൾ തിരുവചനം അനുസരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ 1000 തലമുറ വരെ നിൽക്കുമെന്നാണ്. എന്നാൽ തിരുവചനത്തിനെ സ്തോത്രം അനുസരിക്കാത്തവരുടെ മേൽ ശാപം 3-4 തലമുറ വരെ നിൽക്കുമെന്ന് തിരുവചനത്തിലൂടെ വായിക്കുന്നു. അപ്പം അർത്ഥം, ചില വ്യസനങ്ങൾക്ക് കാരണം അവരുടെ അപ്പനോ അമ്മയോ ചെയ്ത പാപപ്രവൃത്തിയാണോ എന്ന് കൺഫേം ചെയ്യുകയാണ് ഇവിടെ. സ്തോത്രം. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാ വ്യസനങ്ങളും ദൈവത്തിൻ്റെതല്ല, എല്ലാ വ്യസനങ്ങളും പൈശാചികവുമല്ല. സ്തോത്രം. ചില വ്യസനങ്ങൾക്ക് പുറകിൽ ചില കാരണങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ശിംശോൻ എന്ന ദൈവമനുഷ്യനെ കർത്താവ് ശക്തിയോടെ കരങ്ങളെടുത്ത് പ്രയോജനപ്പെടുത്തി, അല്ലേ? ശക്തിയോടെ കരങ്ങളെടുത്ത് പ്രയോജനപ്പെടുത്തി. അക്ഷരീകമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതുപോലെ ഉപയോഗിക്കപ്പെട്ട വേറൊരു മനുഷ്യനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എത്രത്തോളം ശക്തനായിരുന്നു ആര്? ശിംശോൻ എന്ന ദൈവമനുഷ്യൻ. പക്ഷെ എന്നാ സംഭവിച്ച്? ഫെലിസ്ത്യനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി സ്തോത്രം ഫെലിസ്ത്യ ദേശത്ത് ചെന്ന് പാർത്ത് ലക്ഷ്യം അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഫെലിസ്ത്യൻ ഒരുക്കിയ തന്ത്രത്തിനകത്ത് ആര് കുടുങ്ങിപ്പോയി? സ്തോത്രം, നമ്മുടെ ശിംശോൻ കുടുങ്ങിപ്പോയി. അവരുടെ ഒരു തന്ത്രമായിരുന്നു ദലീല, അല്ലേ? ആ ദലീലയുടെ മടിയിൽ ഉറങ്ങി സ്തോത്രം ദൈവം അവന് കൊടുത്ത ശക്തി അവളുടെ ചെവിയിൽ പറഞ്ഞ് അവളിലൂടെ സ്തോത്രം ഫെലിസ്ത്യർ ശിംശോനെ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് അവനിലേക്ക് ആ വ്യസനം വന്നു കയറുവാൻ തക്കവണ്ണം ഇടവന്നത്. ഇതുപോലെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് സ്തോത്രം നമുക്കറിയാം. ബിലയാമിനെ കുറിച്ച് ദൈവം പറഞ്ഞ്, നീ അവിടെ പോകരുത്, ബാലാക്കിന്റെ വാക്ക് നീ കേൾക്കരുത്, ഇസ്രായേൽ എൻ്റെ ജനമാണ് സ്തോത്രം എന്ന് ഒരു വട്ടം പറഞ്ഞിട്ട് അനുസരിക്കാതെ റിപ്പീറ്റ് ചെയ്തവൻ ദൈവത്തോട് ചോദിച്ചതിനെ പ്രതി സ്തോത്രം അവനെ പോകുവാൻ ദൈവം പറഞ്ഞു എന്നുള്ളത് സത്യമാണ്, അല്ലേ? പക്ഷെ പിന്നത്തെ എന്താ സംഭവിച്ചേ? ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് വ്യസനം കയറി വരുവാൻ തക്കവണ്ണം ഇടവന്നത്. അതാണ് 139 സങ്കീർത്തനം ദാവീദ് പറയുന്നത്, വ്യസനത്തിനുള്ള ഒരു മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വഴിയിൽ, ദൈവഹിതപ്രകാരമുള്ള വഴിയിൽ അത് നമ്മുടെ ജീവിത രീതികളാകാം, ബന്ധങ്ങളാകാം, സ്തോത്രം നമ്മുടെ വഴികളാകാം, നമ്മുടെ ജോലിയാകാം, നമ്മുടെ ഭാവിയാകാം, എന്തുമാകട്ടെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ, ദൈവം ഒരുക്കിയ ശാശ്വത മാർഗത്തിൽ നടന്നെങ്കിൽ മാത്രമേ വ്യസനം ഇല്ലാതിരിക്കത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാനോ നിങ്ങളോ ദുഃഖിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. എന്നാൽ ഞാനും നിങ്ങൾ ദുഃഖിക്കുന്നത് പിശാചിന് ഇഷ്ടമാണ്.
ഞാനും നിങ്ങൾ കരയുന്നത് അവന് ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തിന് ഞാനും നിങ്ങൾ വ്യസനിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ചില വ്യസനങ്ങൾക്ക് പുറകിൽ എന്താണ് എന്ന് പരിശോധിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരണമേ. ഹൃദയങ്ങളുടെ കണ്ണുകൾ തുറന്ന് കുറവുകളെ കർത്താവ് കണ്ടുപിടിച്ച് അതിനേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം അവിടെ നിന്ന് കൃപ ചെയ്താലും കർത്താവ് അങ്ങനെ ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.